അടുത്ത മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പം നമുക്കറിയാം എന്താണ് സാധാരണ എ ബി ഈസ് ഈക്വൽ ടു ബി എന്നാണ് പറയുന്നത്. സാധാരണ നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് മാറ്റി 6 × 4 4 × 6 സെയിം തന്നെയാണ്. പക്ഷേ ഒരിക്കലും മെട്രിക്സിൽ എ ബി നോട്ട് ഈക്വൽ ടു ബി, അതായത് എ ഐ ജെ ഈസ് നോട്ട് ഈക്വൽ ടു ബി ഐ ജെ എന്നാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ ഒരിക്കലും എന്താണ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇവിടെ ഇത് രണ്ടും കൂടെ നമുക്ക് മാറി മാറി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോയും കോളവും എല്ലാം മാറുന്നുണ്ട്. ഇവിടെ ആൻസർ കിട്ടുന്നത് 12 13 എന്ന് കിട്ടുവാണെങ്കിൽ ഇവിടെ -3 -4 അങ്ങനെ. അപ്പോൾ എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ. നമ്മൾ കമ്മ്യൂട്ടേറ്റീവിൽ നമ്മൾ ഓർഡർ മാറ്റി, നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അതുകൊണ്ടാണ് എ ബി ബി എന്ന് എടുക്കുന്നത്. മറ്റേ നമ്മൾ മുമ്പേ ചെയ്തപ്പോൾ അഡീഷനിലൊക്കെ എ പ്ലസ് ബിയും ബി പ്ലസ് എയും എടുത്തിരുന്നത്. അത് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമുക്ക് സ്ഥാനം മാറ്റി ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ വേറെ ആയിരിക്കും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യാണ്. എ ബി ഇൻറ്റു സി പിന്നെ എ ഇൻറ്റു ബി സി, അത് രണ്ടിലും കിട്ടുന്നത് എ ബി സി എന്ന് തന്നെയാണ്. അതായത് ബ്രാക്കറ്റ് മാറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ആൻസർ തന്നെ കിട്ടുന്നത്. അതിന് കൺഫേമബിൾ ആയിരിക്കണം എന്നേ ഉള്ളൂ. അതായത് ഇവിടെ എയുടെ ഡയമെൻഷൻ m/n ആണ്, ബിയുടെ ഡയമെൻഷൻ n/p ആയിരിക്കണം. അതായത് ഇവിടുത്തെ ഇവിടുത്തെ റോയും n തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ റോ എത്രയായിരിക്കും? പിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, p/q. അപ്പോൾ റിസൾട്ടിങ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എങ്ങനെയായിരിക്കും? m/q ആയിരിക്കും. റിസൾട്ടിങ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ വിൽ ബി ഈക്വൽ ടു m/q. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ ഒരു സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇപ്പം എന്താണ് m/n-ഉം n/p-യും ആണെങ്കിൽ ഇത് രണ്ടും നമ്മൾ നോക്കും, രണ്ടും n ആണോ നോക്കും. രണ്ടും n ആണെങ്കിൽ റിസൾട്ടിങ് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ m/p ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഏറ്റവും ആദ്യം വരുന്നതിൻ്റെ അവിടുത്തെ 2 നോക്കിയാൽ അത് m/q ഫോമിലായിരിക്കും നമുക്ക് റിസൾട്ടിങ് മെട്രിക്സ് കിട്ടുന്നത്. അപ്പം ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പഠിക്കാനുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് എ ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇത് തിരിച്ച് മറിച്ച് നോക്കാം. നമ്മൾ പ്രീ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. പ്രീ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൊണ്ടിട്ട് എനെ കൊണ്ടിട്ട് മൾട്ടിപ്ലൈ, ഇവിടെ നിന്നിട്ട് ബാക്കിലാണ് ഇടുന്നത്, അത് പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയ്ക്ക് ആപ്ലിക്കബിൾ ആണ്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്നാണ് പറയുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയുന്നത് എ ബി നോട്ട് ഈക്വൽ ടു ബി ആണ്, പക്ഷേ എ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി ഈസ് ഈക്വൽ ടു എ ബി സി. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് എ ഇൻറ്റു ബി പ്ലസ് സി എ ബി പ്ലസ് എ സി ആണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്താണ് ആൻസർ ഒന്നും തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അസോസിയേറ്റീവും ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി മെട്രിക്സ് അഡീഷനിൽ എന്തൊക്കെയായിരുന്നു? മെട്രിക്സ് അഡീഷനിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞിരുന്നത് അസോസിയേറ്റീവ് ആണ്. നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടിൻ്റെ കാര്യം പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് മൾട്ടിപ്ലൈ അല്ല ചെയ്യുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വരുന്നുള്ളൂ.